ഇന്ന് ഞാനിവിടെ നല്ല ഒരു സ്ലോ കുക്ക് ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ചിക്കൻ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പിടി ചെറിയുള്ളി, ഒരൽപ്പം മല്ലിയില, എരിവുള്ള 5-6 പച്ചമുളക്, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി, മീഡിയം സൈസിലുള്ള ഒരു തക്കാളി. ക്ലീൻ ചെയ്തതിന് ശേഷം ഏകദേശം 1 കിലോ വരുന്ന ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് നമ്മൾ ഗരം മസാല പൗഡർ അല്ല യൂസ് ചെയ്യുന്നത്. 1 സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 4-5 പീസ് ഗ്രാമ്പൂ, ഏലക്ക ആൻഡ് പട്ട. പിന്നെ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന ഫ്ലവറും സ്റ്റാറും നമ്മൾ ഓരോന്നും ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാലയും എടുക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കണം. സ്പൈസസ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കഷ്ണങ്ങൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിലും പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഇഞ്ചി അടിക്ക് പിടിക്കാതെ കിട്ടും. ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. പൊടികളിട്ട് 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വേവിക്കുക. ചിക്കൻ ആവശ്യമായ ഉപ്പും ഈ സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കുക്കറില്ലാതെ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ പ്രത്യേകം 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നല്ല അടി കട്ടിയുള്ള പാത്രം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓരോ 4-5 മിനിറ്റ് കഴിയുന്തോറും നമ്മൾ അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേണം വേവിക്കാൻ. ചിക്കൻ ഒന്ന് പകുതി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങളും കൂടെ ഇട്ട് ഒരൽപ്പം കൊത്തമല്ലി ഇലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വീണ്ടും വേവിക്കാം. ചിക്കൻ ഹാഫ് കുക്കായി കഴിഞ്ഞാൽ നമുക്കൊരു അരമുറി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ഗ്രേവി പോലെയാണ് വേണ്ടത് എങ്കിലും നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു 10 മിനിറ്റിന് ശേഷം ചിക്കൻ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് 2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ 3-4 മിനിറ്റ്സ് കഴിയും തോറും ചിക്കൻ നന്നായി ഒന്ന് അടികൂട്ടി ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ചിക്കൻ കറി കുക്ക് ചെയ്തെടുക്കാൻ. ഗ്രേവി നന്നായി ഒന്ന് കുറുകി വരുമ്പോഴേക്കും ചിക്കൻ നന്നായി പാകമായിരിക്കും. പിന്നെ രുചിക്കും ഭംഗിക്കും വേണ്ടി ഒരൽപ്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പലഹാരത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ സ്ലോ കുക്ക് ചിക്കൻ കറി.